MT വാസുദേവൻ നായർ. എന്താണ് ഓർമ്മകൾ? ആരാണ് മമ്മൂക്കയ്ക്ക്? ആരാണെന്നോ എന്താണെന്നോ ഒന്നും അങ്ങനെ വിശദീകരിക്കാനാവാത്തൊരു ആത്മബന്ധം എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിനോട്. ഈ പറഞ്ഞ പോലെ വളരെ കാലം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ MTയുടെ കഥാപാത്രങ്ങളായിട്ട് കുറഞ്ഞ കാലത്തും ആ പ്രായമുള്ള കഥാപാത്രങ്ങളായിട്ട് മനസ്സിൽ സങ്കല്പിക്കുകയും സ്വയം സങ്കല്പിക്കുകയും ആ സംഭാഷണ ശകലങ്ങൾ സ്വയം ഉരുവിടുകയും ഒക്കെ ചെയ്ത് ശീലിച്ചിട്ടുള്ള ആളാണ്. എന്തോ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എന്താണ് പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുഹമ്മദ് കുട്ടി. അങ്ങനെ പോയി. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ഒരു കാഴ്ച എന്നെ അദ്ദേഹം ഒന്ന് രജിസ്റ്റർ ചെയ്യും, ഞാൻ അദ്ദേഹത്തെ ഒന്ന് ശരിക്കും നോക്കിക്കാണുകയും ചെയ്തു. പിന്നീടാണ് ഞാൻ 60 ഫിലിംസിൻ്റെ ഈ ദേവലോകം സിനിമ വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന S രമേശൻ, എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരാൾ, അന്ന് ഈ സംഘാടകനിലൂടെ ഒരാളാണ്. അപ്പോൾ എൻ്റെ സിനിമ ഭ്രമം പുള്ളിക്കറിയാം. അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചത് അദ്ദേഹത്തിനോട്. അങ്ങനെയാണ് ദേവലോകത്തിലേക്ക് വിളിക്കുന്നത്. അന്നിപ്പോൾ ബഹുമാനിക്കണം, മുതിർന്നവരെ മുമ്പിൽ വീട് വലിക്കാൻ പാടില്ല എന്നൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നല്ല, അന്നത്തെ പറഞ്ഞ ഒരു നിഷേധീത്തരം ഉണ്ടല്ലോ. അതൊന്നും പുള്ളി ഗവനിക്കാതെ എൻ്റെ പോക്കറ്റിൽ നിന്ന് വീഡിയോ എടുത്ത് വലിക്കും. അങ്ങനെ ഒരു സൗഹൃദം വീണ്ടും ഇതുപോലെ ഇരിക്കുകയും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു അടുപ്പം കാണിക്കുകയും അദ്ദേഹത്തിനോട് കൂടി ഇരിക്കുകയും ഒരു സമപ്രായക്കാരൻ്റെ ലെവലിലേക്ക് ഞാനെങ്കിലും പലപ്പോഴും പ്രതിരോധത്തിൻ്റെ ഒരു എപ്പോഴും ഇങ്ങനെ മറയുള്ള ആളാണ്. പക്ഷെ ഞാൻ അതിനെ അതിക്രമിച്ച അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വേലി പിടിച്ച അകത്ത് കടി ആ വേലിയിലകത്താണ് ഞാനിപ്പോഴും. അതിനകത്തുനിന്ന് എന്നെ പുള്ളി ഇതുവരെ അടിച്ച് പുറത്താക്കിയിട്ട് ഇന്നും MT വാസുദേവൻ നായരുടെ മനസ്സിൽ അടുത്ത സിനിമയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും ജിജ്ഞാസയോടെ നോക്കിയിരിക്കുന്ന ആൾ മമ്മൂക്ക തന്നെയായിരിക്കും. അതെ, അതും. പക്ഷേ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. എന്നോട് പുള്ളി പറഞ്ഞു, ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ എനിക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞു. അത് വലിയൊരു ഭയങ്കര കോംപ്ലിമെൻ്റാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ശേഷം അങ്ങനെ എല്ലാത്തിനും ഉണ്ടാവും, ഞാൻ ഒക്കെ നന്നാവും, അങ്ങനെ പറയുന്ന ഒരു ഗുരുതുല്യ. പിന്നെ ആ സംഭാഷണ രചനയുടെ റിഥം വളരെ എളുപ്പം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരാളും മമ്മൂക്കയാണെന്ന് അതും അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ MTയുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ്. അപ്പോൾ അത്രത്തോളം എനിക്ക് ഈ സംഭാഷണ രീതിയും അദ്ദേഹത്തിൻ്റെ രചനാശൈലിയോടും അദ്ദേഹത്തിൻ്റെ പാത്രസൃഷ്ടിയോടും ഒക്കെയുള്ള ഒരു അടുപ്പവും പരിചയവും ഉള്ളതുകൊണ്ടായിരിക്കണം ഇങ്ങനെ തോന്നുന്നത്. ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ MT വാസുദേവൻ സിനിമ എഴുതുമെങ്കിലും അത് മറ്റാരും അറിയുന്നതിന് മുമ്പ് അപഹരിച്ചെടുക്കാനുള്ള ശ്രമവും നമുക്ക് നടത്തുമെന്ന് എനിക്കറിയാം. ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, മറ്റൊരു പ്രതിഭാശാലിയായ എഴുത്തുകാരനും സംവിധായകൻ്റെ കുറേയധികം സിനിമകളിൽ നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം അദ്ദേഹത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് പത്മരാജൻ്റെ വളരെ കുറച്ച് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും കൂടെവിടെ അറപ്പെട്ട് കിട്ടിയ ഗ്രാമത്തിൽ കൂടെവിടയിൽ വന്നു. കൂടുതൽ ആദ്യം പുള്ളിക്കൊരു എന്നോടൊരു ആഭിമുഖ്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഞാനങ്ങനെ ആഭിമുഖ്യമില്ലാത്ത ആൾക്കാരെ ഈ പറഞ്ഞ പോലെ അതിക്രമിച്ച് കീഴടക്കുന്ന ആളാണ്. അങ്ങനെ സംഭവിച്ചു. അദ്ദേഹം പിന്നെ ഞാനത് കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ മനസ്സുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനുശേഷമാണ് അരപ്പെട്ട കിട്ടിയ ഗ്രാമം. പിന്നെ ഈ പുള്ളിയുടെ സിനിമകളിലൊക്കെ ഞാൻ വരാൻ തുടങ്ങി. ഞാൻ നൊമ്പരത്തിപ്പൂ അങ്ങനെ ഒരുപാട്. പിന്നെ ഞാൻ ചോദിക്കില്ല റോൾ എന്താണെന്ന്. അങ്ങനെ പല കഥാപാത്രങ്ങളും വന്നു. ഒരു സിനിമ നടക്കാതെ പോയി. അത് എന്താണത്, കടൽക്കാറ്റിലൊരു ദൂത് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട്? മനോഹരമായ ടൈറ്റിലാണ്, കടൽക്കാറ്റിലൊരു ദൂത്. അത് ഞാനും ലാലോ കൂടെ അഭിനയിക്കാൻ മൊറീഷ്യസിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അത് എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊന്ന് കാസനോട് തന്നെ ഷൂട്ട് ചെയ്യണം, അത് നടക്കാതെ പോയി. ഈ പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് അദ്ദേഹത്തിനോട് കഥ ചോദിക്കാമെന്ന് പതിവില്ല. കാണാമറയത്തെന്ന് പറഞ്ഞാൽ കൂടുതൽ ഐവിശേഷി സംവിധാന സിനിമകൾക്ക് എഴുതിയിട്ടുണ്ട് പുള്ളി. ഉണ്ട് കാണാമറയത്ത്.
നിങ്ങളുടെ ഡയറക്ടർ എന്ന് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പഴയ ആൾക്കാരല്ലേ, എന്നെക്കാൾ മുമ്പ് അറിയുന്നവരല്ലേ നിങ്ങൾ കമ്പനി. അങ്ങനെയാണ് കാണാൻ പറയത്തുണ്ടാകുന്നത്. കാണാമറയത്തുന്ന സിനിമയുടെ പിറവിക്ക് മുമ്പുള്ള ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അറിയുന്ന ആളുകൾ പ്രേക്ഷകരെ അറിയുന്നത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ കൂടെവിടേക്ക് വിളിച്ചപ്പോഴും ഈ നൊമ്പരത്തിപ്പൂവിൽ ഞാൻ പ്രധാന കഥാപാത്രമല്ല. അറിയാം. അത്രത്തും ഭയങ്കര മെച്യൂരിറ്റി അന്നേയുള്ള ആ കഥാപാത്രങ്ങളൊക്കെ തരാൻ ധൈര്യം കാണിച്ച ആളാണ്. വാണിജ്യ വിജയങ്ങൾ നേടിയിട്ടില്ലാത്ത സിനിമകൾ ഉണ്ടാകുമ്പോഴും നല്ല സിനിമയുടെ പാതയിൽ തന്നെ പുതിയ വിഷയങ്ങൾ അന്വേഷിച്ച് നടത്തിയ യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ. നൊമ്പരത്തിൽ പോകുന്നൊരു വലിയ സാമ്പത്തിക വിജയം ഉണ്ടാകില്ലാത്ത, പക്ഷെ അത്ര വലിയൊരു സിനിമയല്ല, അങ്ങനെ ഒരു ചിലവാക്കിയ അതിനു വേണ്ടി ചിലവഴിക്കുന്ന പണത്തെക്കുറിച്ചും പുള്ളിക്ക് ബോധമുണ്ടായിരുന്നു.